റിലാക്സ് ബ്യൂട്ടി ഹെയർലൈൻസ് മറയൂർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാന്തൂർ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. നമ്മുടെ കോവിൽക്കടവ് എന്ന പ്രദേശത്ത് 11-ാം വാർഡിൽ വളരെ കാലമായിട്ട് 10 വർഷക്കാലമായിട്ട് കുടിവെള്ളത്തിന് വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മുൻ MLA ഉള്ള സമയത്ത് 20 ലക്ഷം രൂപ കുടിവെള്ള പദ്ധതിക്കായിട്ട് അനുവദിക്കുകയും അതിനുശേഷം ആ വർക്ക് അവർ പൈസ തികയില്ല എന്ന് പറഞ്ഞ് അതും നടത്തിയില്ല. അതിനുശേഷം ഈ MLA വന്നപ്പോൾ 9,15,000 രൂപ അതിൽ നിന്നും ബ്ലോക്കിൽ നിന്ന് 20 ലക്ഷം രൂപ, അങ്ങനെ 29 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് തീരുമാനിച്ച് ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ അതോറിറ്റിയുള്ള സ്ഥലത്ത് നമ്മൾ സ്ഥലം കണ്ടെത്തി അതിനെ തടസ്സപ്പെടുത്തുവാനുള്ള രീതിയിലല്ലാതെ ആരുടെയും ഉപദ്രവമില്ലാത്ത രീതിയിൽ നമുക്ക് തോട് പുറമ്പോക്കിൽ നിന്ന് ജലമെടുത്ത് ഫിൽട്ടർ ചെയ്ത് കോവിൽക്കടവിലെ ജനങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് തയ്യാറാക്കിയത്. എന്നാൽ ചില ശക്തികൾ വന്ന് അതിനെ ആ വ്യക്തികളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അതിന് മാധ്യസ്ഥം പറഞ്ഞ് അവിടെ തന്നെ തുടങ്ങാമെന്ന് പറയുകയും ആ പഞ്ചായത്തിൻ്റെ പുറമ്പോക്കിൽ അവിടെ പദ്ധതി തുടങ്ങുന്നതിനാവശ്യമായ സജ്ജീകരണം ചേർത്തുകൊണ്ട് കിറ്റാച്ചി കൊണ്ട് പണി തുടങ്ങുമ്പോഴേക്കും അവരുടെ സ്വന്തം സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമത്തിലെ ചില ആളുകൾ വന്ന് അത് തടസ്സപ്പെടുത്തുകയും അതിനുശേഷം കോടതിയിൽ നിന്നൊരു സ്റ്റേ വാങ്ങുകയും ചെയ്തു. എന്നാൽ ഈ കോടതിയിൽ സ്റ്റേ വാങ്ങിയിരിക്കുന്ന വസ്തു 3/7 പെട്ടതാണ്. പക്ഷേ പഞ്ചായത്തിൻ്റെ സ്ഥലം 1/1 സ്ഥലവുമാണ്. അപ്പോൾ മറ്റുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് പുറമ്പോക്കിലിന് സ്റ്റേ മേടിച്ച് വേലി കെട്ടി കുടിവെള്ളത്തിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളിത് ഏത് കാരണവശാലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായിട്ട് താലൂക്ക് സർവേരെ വിളിച്ചു വരുത്തുകയും അവരുടെ പരിശോധനയിൽ ഈ സ്ഥലം കൃത്യമായിട്ട് പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട 7 സെൻറ്റ് വസ്തുവും പഞ്ചായത്തിൻ്റെയാണെന്നും അതിലാർക്കും പൂർണ്ണ അധികാരമില്ല എന്നുള്ള പറഞ്ഞ റിപ്പോർട്ടുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഈ വേലകൾ ഉടനെ തന്നെ തുടരുവാൻ സാധിക്കുകയും കോവിൽക്കടവിലെ ജനങ്ങൾക്ക് കുടിവെള്ളം പൂർണ്ണമായി നൽകുവാനായിട്ടും കാന്തൂർ പഞ്ചായത്തിന് സാധിക്കും എന്ന് ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വാർഡുകൾക്കും തുല്യ വീതം കൊടുത്തിരിക്കുന്നതാണ്. കോവിൽക്കടവ് ടൗണിലെ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ മറ്റേ ടൈൽസ് എന്തെങ്കിലും റോഡിനെ ശുദ്ധീകരണം ഭംഗിവൽക്കരണം ചെയ്യുന്നതിനായിട്ട് നമ്മൾ 16 ലക്ഷം രൂപ അനുവദിച്ചു. അതും അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവിടെ കോവിൽക്കടവ് പ്രദേശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കാന്തൂർ പഞ്ചായത്തിൻ്റെ ഏറ്റവും മികവുറ്റ ഒരു വാർഡാണ് 11-ാം വാർഡ്. പക്ഷേ അവിടെ യാതൊരുവിധ പ്രവർത്തനങ്ങളും ഇന്നേ വരെയും പഞ്ചായത്തിൻ്റെ കീഴിൽ കൊടുത്തിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള കക്കൂസ് ബാത്റൂം അവിടെ നമ്മൾ ടേക്ക് എ ബ്രേക്കിൻ്റെ തീരുമാനിച്ചു. 2 പ്രാവശ്യവും പൈപ്പ് അവിടെ നിന്ന് കട്ടുകൊണ്ടുപോയി ആളുകൾ. പിന്നെ രണ്ടാമത് ഇപ്പോൾ ചെയ്തു. ഇപ്പോൾ 18,000 രൂപ മുടക്കി കോവിൽക്കടവിൽ ബിജു എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പൈപ്പ് എത്തിക്കുകയും കാര്യങ്ങൾ ചെയ്തപ്പോൾ വീണ്ടും തകർത്ത് അവിടെ വളരെ വൃത്തിഹീനമായ രീതിയിലാണ് അവിടെ. അപ്പോൾ അവിടുത്തെ മെമ്പർമാരാണ് അവിടുത്തെ ഓരോ വാർഡുകളിലെയും പ്രശ്നങ്ങൾ പരിശോധിക്കേണ്ടതും അവിടെ നടത്തേണ്ടതും റിപ്പോർട്ട് നൽകേണ്ടതും. പക്ഷേ യാതൊരു കാരണവശാലും അവിടെ ആ മെമ്പർ അവിടെ ഒരു കാരണത്തിലും തിരിഞ്ഞു നോക്കുന്നില്ല. പഞ്ചായത്തിൻ്റെ വികസനത്തിനായിട്ട് എതിരായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് പഞ്ചായത്തുകാരുമായിട്ട് സഹകരിച്ച് ഉള്ള സമയങ്ങളിൽ പഞ്ചായത്തിനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ജനങ്ങൾ നമ്മുടെ കോവിൽക്കടവ് ഭാഗത്തെ സംബന്ധിച്ചുള്ള മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ജൽജീവൻ പദ്ധതിക്ക് പഞ്ചായത്ത് ഒരിക്കലും തടസ്സമല്ല. 2019 മുതൽ നമ്മൾ 2023 വരെയാണ് ജൽജീവൻ പദ്ധതിയുടെ കൊടുത്തിരുന്നത്. സെപ്റ്റംബർ മാസത്തോടുകൂടി അവരുടെ അവധി കഴിഞ്ഞു. എങ്കിൽ പോലും അതിനി നമുക്ക് 2027-28 മാത്രമാണ് അതിൻ്റെ പദ്ധതികൾ തീരുകയുള്ളൂ. പക്ഷേ ഈ MLA പ്രൊജക്റ്റും ബ്ലോക്കിൻ്റെ പ്രൊജക്റ്റും കൂടി നമുക്ക് മാർച്ച് മാസം തന്നെ ഓപ്പൺ ചെയ്ത് കുടിവെള്ളം സാന്ദ്രമായി കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങളൊന്ന് മനസ്സിലാക്കണം. കുടിവെള്ളത്തിന് നമുക്ക് നാട്ടിലത്തെ ഒരാവശ്യമായി കണക്കാക്കിക്കൊണ്ട് ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവരും ഒത്തൊരുമയായി നിന്നുകൊണ്ട് മാർച്ചിന് മുമ്പ് തന്നെ കുടിവെള്ളത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ചെയ്തു തരുമെന്ന് നമ്മൾ ഉറപ്പ് നൽകുന്നു. ഇത് മാത്രമല്ല, നമ്മൾ ഈ പഞ്ചായത്തിലെ സംബന്ധിച്ച് മാർച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഇവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ വരും. ആ കുടിവെള്ള പ്രശ്നം വരുമ്പോൾ ഒരു ലോറിയിൽ വെള്ളം അടിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾക്ക് ഏകദേശം 6 ലക്ഷം രൂപയാണ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ വർഷവും നമ്മൾ കണക്കെടുക്കുമ്പോൾ 5 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ അങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മാത്രം നമ്മൾ സമരവും കാര്യങ്ങളും ഉണ്ടാക്കിയ സമയത്ത് പോലും വെള്ളം കൊടുത്തപ്പോൾ തന്നെ 1.25 ലക്ഷം രൂപയായിട്ട് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇങ്ങനെ കണക്കൂട്ട് 5 വർഷം 10 വർഷത്തുകൊണ്ട് എത്ര രൂപ പഞ്ചായത്തിന് നഷ്ടം വന്നിട്ടുണ്ടെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. ആ ഒരു പദ്ധതി ഇപ്പം 39 ലക്ഷം രൂപയുണ്ടെങ്കിൽ സർവ്വ കോവിൽക്കടവിലത്തെ എല്ലാ വീടുകൾക്കും വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഒത്തൊരുമയായിട്ട് സഹകരിച്ചുകൊണ്ട് മുൻനിർത്തി പഞ്ചായത്തിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.